അതിൻ്റെ ആഴങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ. കാരണം ഇത് എന്താ പറയുന്നത്, ബൈബിൾ വചനങ്ങൾ. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനകൾക്കിടയിൽ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു ചെറിയ കാര്യം ഞാൻ അധികം പേരും കേട്ടിട്ടുണ്ടാവും, എങ്കിലും ഞാൻ അതൊന്ന് വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുഞ്ഞ് സ്നാനത്തൊട്ടിയിൽ നിന്ന് കയറി വരുമ്പോൾ പിശാച് നോക്കിയപ്പോൾ, ഓ ഇത് ക്രിസ്തു ആണല്ലോ കയറി വരുന്നത് എന്ന് പിശാചിങ്ങനെ, ഓ ക്രിസ്തു ആണല്ലോ കയറി വരുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ വീണ്ടും പിശാച് കാണുമ്പോൾ പിശാച് തിരിച്ചറിയുകയാണ്, ഇത് അയാളല്ലല്ലോ ഇത് വരുന്നത്, ആൾ മാറിയാണല്ലോ വരുന്നതെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ പിശാചിന് തോന്നിയൊരു ചിന്തയാണ്, ഇവനെ സംഗതി പിടികിട്ടിയിട്ടില്ല, ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ആ സംഗതി പിടികിട്ടിയിട്ടില്ല എന്നൊരു വാക്ക് പുള്ളി പലതവണ പറഞ്ഞു. അപ്പം ശരിക്കും നമ്മൾ ആ ഒരു വചനമർമ്മങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് വരുന്ന കുറവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല വിടുതലുകളുടെയും കാരണമേ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. ഇപ്പം ഈ ദിവസങ്ങളിൽ എൻ്റെ ബോധമണ്ഡലത്തിലെയും ചിന്തകളെയും സ്വാധീനിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു. ബേസിക്കലി റോമൻസ് 3:25 ഇതിന് ആധാരമായ വചനം കിടക്കുന്നത്. ഒന്ന് വായിക്കാം. റോമൻസ് 3:25. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഈ വചനത്തിന് ആധാരമായി എൻ്റെ ചിന്തകൾ ഞാൻ ചിന്തിച്ചു വരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ വിശ്വാസം എന്ന പദം എന്നോട് സംസാരിച്ച എന്താണ് എന്ന് ഞാൻ ഒരു ബൈബിൾ പെർസ്പെക്റ്റീവിൽ വിശ്വാസം എന്ന പദം എന്താണെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിലോട്ട് വരാം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രസ്റ്റാണ്, അതൊരു ഫേം കോൺഫിഡൻസ് ആണ്. ഈ ആക്റ്റീവ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി, ആക്റ്റീവായിരിക്കുന്ന ഒരവസ്ഥ. വിശ്വാസം നമ്മൾ ട്രസ്റ്റ് നമ്മളിൽ ആക്റ്റീവ് ആവുന്നൊരവസ്ഥ. എനിക്കൊരാളിൽ വിശ്വാസമുണ്ട്, അത് ഞാൻ ദൈനംദിനം അതിൽ ഞാൻ എന്താ പറയുന്നത് വ്യാപാരം ചെയ്യുന്നൊരവസ്ഥ, അത് ആക്റ്റീവാക്കി വെക്കുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തെ ഒരു ഫേം കോൺഫിഡൻസ്, ഉറപ്പുള്ള ഒരു അവസ്ഥ, വളരെ ഉറച്ച ഒരു കോൺഫിഡൻസ്. പിന്നെ പറയുന്നത് ഒരു ഹോൾ ഹാർട്ടഡ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ് ബേസ്ഡ് ഓൺ ഹിസ് ക്യാരക്ടർ ആൻഡ് പ്രോമിസസ്. ഹോൾ ഹാർട്ടഡ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്, ഹൃദയം പൂർണ്ണമായുള്ള കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകൾ നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് ഈ ഞാൻ വായിച്ച ഒരു ഭാഗത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ക്ലാരിറ്റി വരും. ഇതിൻ്റെ ഒരു ഗ്രീക്ക് പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്ന അഷ്വറൻസ്, കോൺഫിഡൻസ്, റിലയബിലിറ്റി എന്നും കൂടെ പറയുന്നുണ്ട്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നിരന്തരമായി, എന്ന് വെച്ചാൽ നമുക്ക് ഒരു വ്യത്യാസമില്ലാത്ത അല്ലെങ്കിൽ ചേഞ്ചസ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം. വിശ്വാസത്തെക്കുറിച്ചുള്ള ഡെഫിനിഷനിൽ ആദ്യം നമുക്ക് വരുന്നത് എന്താണ്? ഹീബ്രൂസ് 11:1 വിശ്വാസത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ്റെ ഒരു ആദ്യത്തെ ബൈബിളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു വാക്യം അതാണ്. എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം എന്ന അത് അല്ലെങ്കിൽ എന്നതോ. വിശ്വാസം എന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആശിക്കുന്ന കാര്യം അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറാണ് ഈ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അല്ലെങ്കിൽ വിശ്വാസം ഉള്ള ഒരാളിന്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറുള്ള ആളിനാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയം ഉണ്ടാകുന്നത്. അപ്പം ശരിക്കും ഡെഫിനിഷൻ്റെ അപ്പുറം വേറെന്തോ ഉണ്ട്.
നമ്മളിലുള്ള എന്തോ ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് നമ്മൾ ആശിക്കുന്നതിന് നമുക്ക് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥം. അപ്പം ഡെഫിനിഷൻ്റെ കുറച്ചും കൂടെ മുമ്പോട്ട് ഇത് നമ്മൾ പറയുമ്പോൾ അബ്രഹാമിൻ്റെ യാഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അബ്രഹാമിന് ഒരിക്കലും സാധാരണ ഒരു മനുഷ്യൻ്റെ നിലയിൽ തൻ്റെ മകൻ്റെ യാഗം കഴിക്കാൻ പറയുമ്പോൾ ഉള്ള ഒരവസ്ഥയിലല്ല അബ്രഹാം ആ മകനുമായിട്ട് പുറപ്പെടുന്നത്. അബ്രഹാം വിചാരിക്കുന്ന എന്താണ്? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മകനെ യാഗം കഴിക്കും, എങ്കിലും എൻ്റെ കുഞ്ഞു ഉയർത്തെണീക്കുന്ന ഉറപ്പാണ് വിശ്വാസം. ദൈവം അതുവരെ അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ മഹാദയകൊണ്ട് അതിനു മുമ്പ് തന്നെ ആ കുഞ്ഞിനെ അബ്രഹാമിന് കൊടുത്തു. പക്ഷെ അത് ഒരു ആക്റ്റീവ് ട്രസ്റ്റ്. അത് പറഞ്ഞിട്ട് യാഗം കഴിക്കുന്നത് വരെയുള്ള സമയത്ത് ഒരു നിരന്തരമായ, റിലയബിളായ, ആക്റ്റീവായിട്ടുള്ള, കോൺഫിഡൻസ് കൂടിയുള്ള, ഉറപ്പുള്ള ഒരു ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ദൈവത്തിലുള്ളൊരു ആശ്രയമാണ് അവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ബിലീഫും ഫെയ്ത്തും രണ്ടും രണ്ടാണ്. ബിലീഫിനെ കുറിച്ച് പറയുന്നത് ബിലീഫിനെ കുറിച്ച് ജെയിംസ് 2:19 ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ പിശാചുകൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിലും ആ ഒരു ആസ്പെക്റ്റിൽ ഒരു പ്രത്യാശ പിശാചിനില്ല. ഇതുണ്ടെന്നറിയാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നറിയാം, പക്ഷെ അതിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നൊന്ന്, ഇതൊരു സ്റ്റാറ്റിക് അല്ല, ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എഫേഷ്യൻസിലും റോമൻസിലും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അനേകം വചനങ്ങൾ വാക്കിംഗ് ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നു. അതുപോലെ ഹീബ്രൂസ് 11:6 ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നു. ഹീബ്രൂസ് 11:6 വായിക്കാമോ? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളാണ്. തന്നെ അന്വേഷിക്കുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും വേണം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. രണ്ട് കാര്യങ്ങളാണ്. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പിശാചിന്റെ കാര്യം പറഞ്ഞ പിശാച് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്ന കാര്യത്തിൽ ഡൗട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മൾ അന്വേഷിക്കുന്നതിൽ പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ഇതിനകത്ത് ഈ ഒരു മർമ്മം, അല്ലെങ്കിൽ ഈ ഓരോ വചനങ്ങളുടെ മർമ്മങ്ങളും നമുക്ക് ദിവസങ്ങളോളം ആലോചിക്കും തോറും ദൈവാത്മാവ് നമ്മളെടുത്ത് വളരെ വിശദമായിട്ട് വേറെ നിലകൾ സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവം ഉണ്ട് എന്നുള്ളതും ഉറപ്പോടെ ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സംഗതിയുമായി നമ്മൾ തിരുവെഴുത്തുകൾ കാണുന്നു. പിന്നെ ഉള്ളത്, ഈ വിശ്വാസം കൊണ്ട് എന്തൊക്കെ നമുക്ക് കിട്ടുന്നു. നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാവുന്നു, ഫർഗീവ്നെസ് ഉണ്ടാവുന്നു. അതുപോലെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ നമ്മൾ അംഗമായി തീരുന്നു, ലോകശക്തികളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ വരുന്നു. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ റോമൻസ് 3:25 ആ വചനത്തിന് ആധാരമായി വിശ്വാസം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക ക്വാളിറ്റി, കാണാത്ത നിശ്ചയം എന്ന് പറഞ്ഞ പ്രത്യേക ക്വാളിറ്റി, ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ യൂഷ്വലായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ നമുക്ക് ബാങ്കിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. രണ്ട് രീതികളിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു FD അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ FD എന്നൊരു ലോൺ എടുക്കാൻ നമ്മൾ പോവാം. അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ്, നമ്മൾ ഒരു ലോണിന് വേണ്ടി ജാമ്യമൊന്നുമില്ലാതെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നൊരവസ്ഥ. ഈ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ 1 കോടി രൂപ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്, നമ്മളതിനകത്ത് 10 ലക്ഷം രൂപ ലോണാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം അതാണ്.
ശരിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് തീർത്ത് വലിയൊരു ഡെപ്പോസിറ്റുള്ള ഒരു ആർജവത്തോടു കൂടെയാണ് ദൈവസന്നിധി നമ്മൾ കടന്നു ചെല്ലുന്നത്. ആ ഒരു ഊർജ്ജത്തോടുകൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത്. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ പറഞ്ഞ വചനത്തെ, അല്ലെങ്കിൽ റോമൻസ് 3:25 നമ്മൾ വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു മർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ പരിപൂർണമായി നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് വരിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമുള്ള നമ്മൾ വീണ്ടെടുപ്പും, ക്രിസ്തുവിനെ ദൈവം നമുക്ക് പ്രായശ്ചിത്തമായി തന്നു എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പം ഇത് ഈ 3:25 എന്ന് പറയുന്നത് ഒരു ജീസസ് ഹിസ് അക്കംപ്ലിഷ്മെൻ്റ് ഓൺ ക്രോസിൻ്റെ ഒരു ഹാർട്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആകത്തുക ഇതാണ്. ആകത്തുക എന്ന് പറയുന്നത് ഇതാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ മുഴുവൻ ചുമന്ന് തീർക്കുകയും ദൈവം നമുക്ക് യേശുവിനെ പ്രായശ്ചിത്തമായി തരികയും നമുക്ക് വീണ്ടെടുപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് രണ്ട് വാക്കുകൾ, രണ്ട് കീ ആയിട്ടുള്ള വാക്കുകൾ ഇതിനകത്തുണ്ട്. ഒന്ന് പ്രായശ്ചിത്തം, പെർപെച്യുവേഷൻ എന്ന് പറയുന്ന ഒരു വാക്കും, രണ്ട് റിഡംഷൻ, വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കും. രണ്ട് വാക്കുകൾ ഇതിൽ വളരെ പ്രധാനമായിട്ട് വരുന്നതിൻ്റെ കൂടെയാണ് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വാക്കുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ഈ 3:25 വായിക്കുക ഒരു നീണ്ട വാക്യമാണ്. ശരിക്കും ഈ ക്രിക്കറ്റ് കളി കാണുന്നവർക്ക് ക്രിക്കറ്റിൻ്റെ കുറേ ടേംസ് ഉണ്ട്, കുറേ ടേംസ് ഉണ്ട്. അതിൽ എനിക്കും പൂർണ്ണമായിട്ട് ആ ടേംസ് ഒന്നും അറിയില്ല. ഇപ്പോൾ റൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ ഇടയിൽ കാണും. എനിക്കതൊക്കെ അറിയാം, മുഴുവൻ എനിക്കറിയാം. ഒരുപാട് കീ ടേംസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കളികളിലും കുറേ കീ ടേംസ് ഉണ്ട്. ഈ കീ ടേംസ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഈ കീ ടേംസ് അറിഞ്ഞില്ല ഈ കളി നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നമുക്കിതിനെക്കുറിച്ച് ഒരു ധാരണയും കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിളിൽ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോഴും നമുക്ക് ഈ കീ ടേംസ്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സംഗതി നമുക്ക് പിടിയിട്ട് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ എല്ലാ വാക്യങ്ങളും, യേശുക്രിസ്തു ഉച്ചരിച്ച എല്ലാ വാക്യങ്ങളും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ ഗംഭീരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളോട് സംസാരിക്കും. അപ്പം ആ ഒരു നിലയിൽ വേണം നമ്മളിതിനെ കാണാൻ. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു വൊക്കാബുലറി, അല്ലെങ്കിൽ ആ ഒരു ബിബ്ലിക്കൽ വൊക്കാബുലറി, അല്ലെങ്കിൽ ഒരു സാൽവേഷൻ വൊക്കാബുലറിയെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. രണ്ട്, ഈ ഗോസ്പൽ എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു മർമ്മമല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഉപദേശമല്ല ഗോസ്പൽ. അതിന് പകരം നമ്മളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ സാൽവേഷന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. അല്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമുക്ക് ജോലി വേണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് മറ്റ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ളതല്ല ഗോസ്പൽ. തീർച്ചയായിട്ടും ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിങ്ങൾക്കെല്ലാം അവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്നുണ്ട്. എങ്കിലും മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സാൽവേഷനാണ്. ഈ സാൽവേഷൻ്റെ സംഗതി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഈ മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ കോൺസിക്വൻസസ് ഓഫ് സിൻ, അല്ലെങ്കിൽ മനുഷ്യരെല്ലാം ഇതിൻ്റെ ഈ റോമൻസിൻ്റെ കുറച്ച് മേളിലോട്ട് ചിന്തിക്കുമ്പോൾ എല്ലാവരും ദിവ്യ തേജസ്, അല്ലെങ്കിൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് താഴോട്ട് വരുന്നത്. അപ്പം അവിടെ നിന്നാണ് പിന്നെ താഴോട്ട് പറയുന്നത് റിഡംഷൻ്റെയും ഈ പെർപെച്യുവേഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ, ഒരു കുഞ്ഞും അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരാൾ അവർ നല്ല ഫ്രണ്ട്സാണ്, കുറേ നാളുകളായിട്ട് അവർ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ ഒരു പാർട്ടിക്ക് പോയി. ഇതിൽ ഒരാൾ ഒരു സ്വപ്പം വഴി മാറി സഞ്ചരിക്കുന്ന ഒരാളാണ്,
അപ്പോൾ അദ്ദേഹത്തിനടുത്ത് അദ്ദേഹം അന്നത്തെ പാർട്ടിയെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശകലം ബോധം കെടുന്ന അവസ്ഥയിലായി. വണ്ടി ഓടിച്ച് ഈ വണ്ടി ഇടിച്ച് ഒരു വലിയ പ്രശ്നമാകുന്നൊരു സാഹചര്യം വരുന്നു. അപ്പോൾ മനഃപൂർവ്വം അല്ല ചെയ്തത്, മനഃപൂർവ്വം അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാക്കിയതല്ല. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഓർമ്മ വന്നപ്പോൾ തൻ്റെ സുഹൃത്ത് എവിടെ എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ സുഹൃത്ത് എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി സുഹൃത്തിൻ്റെ 2 കാലം പാരലൈസ്ഡ് ആയിപ്പോയി എന്ന് മനസ്സിലാക്കുന്നു. ഈ കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടായി. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കാരണമാണല്ലോ ഈ ഒരു വലിയൊരു അപകടം സംഭവിച്ചതെന്നുള്ള വളരെ ആഴമായൊരു ഒരു വിഷമം ഈ കുഞ്ഞിന് നിറയുന്നു. എന്നിട്ട് അയാൾ പറയണേ എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയാളത് അനുവദിച്ചില്ല. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലീഗൽ നോട്ടീസ് വന്നു. ഈ പയ്യൻ്റെ പാരാലിസിസ് വന്നതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അഡ്വക്കേറ്റ് ഇവനെതിരെ ഒരു കോടതിയിലൊരു സംഗതി കൊടുക്കുകയും ഒരു വലിയൊരു ഭീമമായ സംഖ്യ പണിഷ്മെൻ്റായിട്ടോ പെനാൽറ്റിയായിട്ടോ കൊടുക്കണമെന്ന് പറയുന്നൊരു സംഗതി. കാരണം പറഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യരുതെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വമായി ഈ ഒരു റാഷായി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു അപകടം വരുത്തിയ അതിൻ്റെ കുഴപ്പമായിട്ട് പ്രായശ്ചിത്തം കൊടുക്കേണ്ടുന്ന രീതിയിൽ ഒരു പെനാൽറ്റി വരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ അമ്മ പറയാണ്, ഞാൻ വല്ലാതെ വേദനിക്കുന്നു, ഞാൻ വല്ലാതെ ഭാരപ്പെടുന്നു, വല്ലാതെ സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം വളരെ ക്ലിയർ ആയിട്ട് ഒരു ക്രിമിനൽ ഒഫൻസ് അയാൾക്കുണ്ടായി. അതിന് പണിഷ്മെൻ്റ് ഉണ്ടാവണം, പണിഷ്മെൻ്റ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമായിട്ട് സംബന്ധിക്കുന്നൊരു കാര്യം. ഇത് ശരിക്കും ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൻ്റെ കോപം നമ്മളിൽ നിന്ന് മാറാൻ ദൈവം തന്നെ തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ മരണത്തിലേൽപ്പിച്ച ഒരു അനുഭവമാണ് ഇവിടെ ഒരു പ്രായശ്ചിത്തമായിട്ട്, അല്ലെങ്കിൽ അതാണ് ഈ പ്രൊപ്പറ്റേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലെ, അതിന് മറുവിലയായി കൊടുത്തതാണ് യേശുവിൻ്റെ രക്തം. മറുവിലയായി കൊടുത്താണ് ഇതിൽ നിന്ന് നമ്മളെ ഓരോരുത്തരും രക്ഷിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രൊപ്പറ്റേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവിടെ ഒരു ഒഫൻഡറുണ്ട്, ഒരു ഒഫൻസ് ഉണ്ട്, പിന്നെ ഈ ഒഫൻസിൻ്റെ മുന്നേ നിൽക്കുന്ന ഒരാളുണ്ട്, ആ പ്രശ്നം ഉണ്ടായ ആളുണ്ട്. ഇവിടെ ദൈവമാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ഞാൻ വിചാരിച്ചു, എന്തിനായിരിക്കും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യർക്ക് വേണ്ടി? അപ്പം ഇത്തരം ചിന്തകളാണ് ദൈവം നമ്മളെ പല മർമ്മങ്ങളും വെളിപ്പെടും. അപ്പം എന്തിനായിരിക്കും? അപ്പം നിത്യനാശമാണ് മനുഷ്യൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നിത്യനാശത്തിലോട്ട് മനുഷ്യരാശി പോകണം, വേറെ ഒരു മാർഗമില്ല. അതിന് ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മുന്നേ വന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശ് മരണത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആ ക്രൂശിലെ മരണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപങ്ങളും പൂർണ്ണമായി ചുമന്ന് തീർക്കുന്ന അനുഭവമാണ് ക്രൂശ് മരണത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അതാണ്, അല്ലെങ്കിൽ അപ്പോൾ അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ പിതാവും പുത്രനും ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അബ്രഹാമിൻ്റെ കഥയിൽ പേഴ്സണലി ഞാൻ ചിന്തിച്ചിരുന്ന ഒരു സംഭവം, ഞാനിങ്ങനെ മനുഷ്യനായിട്ട് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ദൈവം എന്തിനാണ് അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ചു. ദൈവം എന്തിനായിരിക്കും അബ്രഹാമിനെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെപ്പോഴോ എൻ്റെ ചിന്തയിൽ വന്ന എനിക്ക് വന്ന ഒരു ദൈവം തന്ന ഒരു ചിന്തയാണ്, അബ്രഹാം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ തലയിൽ വിറകും കയറ്റി നടന്നു പോകുന്ന അവസ്ഥയിൽ അനുഭവിച്ച വേദന പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശ് മരണത്തിൽ ഏൽപ്പിച്ചപ്പോൾ അനുഭവിച്ചു. യുഗങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് മരണത്തിൽ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ പൂർണ്ണമായി മരണത്തിൽ ഏൽപ്പിക്കുകയും ഉയർത്തെണീക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയത്തെ, അല്ലെങ്കിൽ
എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പ്രക്രിയ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മൾ ഒഫൻഡേഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ മഹാദയ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ ഒരു ആഴം, ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ആ ഒരു ചിന്ത വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ ഒരു മർമ്മമായി മാറും. ഈ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു കാര്യം, ഈ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ ഇല്ലാതെ വരുന്ന ചില ഘട്ടങ്ങളിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു വേദനയുണ്ട്, പക്ഷേ എനിക്ക് കരയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ എനിക്ക് ദൈവസന്നിധിയിൽ പകരാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് ദൈവസന്നിധിയിൽ പകരാൻ പറ്റാത്ത ഒരു റിജിഡിറ്റി നമ്മളെ ബാധിക്കും ചിലപ്പോൾ. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമുണ്ട്, പക്ഷെ നമുക്കത് ദൈവത്തിൻ്റെ അടുത്ത് പകരാൻ പറ്റുന്നില്ല, നമുക്കങ്ങ് ഉരുകാൻ പറ്റുന്നില്ല, കത്തിയിട്ട് നമുക്ക് ഉരുകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് താഴാൻ പറ്റുന്നില്ല. അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യാൻ പറ്റാത്ത അനുഭവം. ആ അനുഭവം മാറുന്നു എന്ന് നമുക്ക് തന്നെ തോന്നൽ വരുന്ന ചില ഘട്ടങ്ങളും ഉണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ. അപ്പം നിങ്ങൾ കുറിച്ച് വെച്ച് നോക്കൂ, പിറ്റേ ദിവസം അതിന് വിടുതൽ നടന്നിരിക്കും. എത്ര കഠിനമായ, അല്ലെങ്കിൽ എത്ര മാറാത്ത പ്രശ്നവും, എത്ര മാറാത്ത രോഗവും, എത്ര പ്രതികൂലമായ അവസ്ഥയും, യഥാർത്ഥത്തിൽ നമ്മൾ അതിലങ്ങ് താഴുമെങ്കിൽ, അതിലങ്ങ് ഏറ്റവും താഴത്തെ തട്ടിൽ നമ്മൾ എത്തുമെങ്കിൽ, യഥാർത്ഥത്തിൽ കരയാൻ പറ്റുമെങ്കിൽ, യഥാർത്ഥത്തിൽ നമുക്ക് ആ ലെവലിൽ താഴാൻ പറ്റുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലെവലിൽ താഴുന്ന ഈ അനുഭവം ദൈവത്തിൻ്റെ മഹാദയ ക്രൂശിന് മരണത്തോളം നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി ചുമന്ന് തീർക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ. അപ്പം ഇത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ജസ്റ്റിസ് എന്ന് പറയുന്നത് കണ്ടംനേഷനാണ്. കണ്ടംനേഷൻ എന്ന് പറയുന്ന മലയാള വാക്ക് ഞാൻ വെറുതെ നോക്കിയ ദണ്ഡനവിധിയാണ്. ദണ്ഡനവിധി എന്ന് പറയുന്നത് നരകത്തിലുള്ള ദണ്ഡനവിധിയാണ്. അങ്ങനെ നിത്യനാശത്തിലോട്ട് നമ്മൾ പോവാതിരിക്കണമെങ്കിൽ വേറൊന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല, ഇതേ ചെയ്യാൻ കഴിയൂ. ആ അവസ്ഥയിലാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചത്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് സിന്നാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ, അല്ലെങ്കിൽ ആ ഒരു രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഹിമം പോലെ വെളുക്കും, ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാവർത്തികമാവുന്ന, അല്ലെ വാഗ്ദത്തം യഥാർത്ഥമാവുന്നത് ഈ ക്രൂശ് മരണത്തിൻ്റെ പൂർണ്ണതയാണ്. പൂർണ്ണത മീൻസ് ഹീ ബോർഡ് എവ്രിതിങ്, ഓൾ സിൻസ്, നമ്മുടെ എല്ലാ പാപങ്ങളെയും ദൈവം ചുമന്നു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ ഡെസ്റ്റിനിയായ നിത്യനാശത്തിൽ നിന്ന്, നമ്മളെ ദണ്ഡനവിധിയിൽ നിന്ന് ഒഴിവാക്കി ഒരു റോങ് പൊസിഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റോങ് പൊസിഷനിലായിരുന്നു. നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളൊരു റോങ് പൊസിഷനിലും നമ്മൾ നിൽക്കേണ്ട ഒരു സ്ഥാനത്തല്ല നമ്മൾ നിന്നത്. ആ പൊസിഷനാണ് നമുക്ക് മാറ്റിയത്. ആ അവസ്ഥയ്ക്കാണ് ദൈവം നമ്മളെ മാറ്റം തന്നത്. ആ ഒരു അനുഭവം, ആ സാൽവേഷൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമുക്ക് അനുഭവിച്ചാൽ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഈ ക്രൂശ് മരണത്തിൻ്റെ അനുഭവം പൂർണ്ണമായി നമ്മുടെ രോഗങ്ങളെയും നമ്മളെ വേദനകളെയും നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച അത് എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുന്നത്, ഒരു പൂർണ്ണതയാണ്. അത് മാത്രമല്ല, അതൊരു റിഡംഷനും കൂടെയാണ്. ഇതിനകത്ത് ഞാൻ പ്രായശ്ചിത്തം, പ്രൊപ്പറ്റേഷൻ എന്ന് പറയുന്നത് ദൈവം തന്നെ പുത്രനെയാണ് പ്രായശ്ചിത്തമായി നമുക്ക് തന്നത്. അപ്പം ഇത് ഓർക്കുമ്പോൾ ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടത്തിനിടയിൽ അകപ്പെട്ട ഒരു പിതാവും പുത്രനും പോലെ, അല്ലെങ്കിൽ ഈ ആരോഗ്യമോ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ പുത്രനെ മരണത്തിലേൽപ്പിച്ച ആ ഒരു അനുഭവം വളരെ വളരെ ഒരു ദൈവത്തിൻ്റെ മഹാദയയും ഇവിടെ കാണിക്കുന്നു. അപ്പം ഇത് ഒരു പേയ്മെൻ്റാണ്. ഈ കേസ് സെറ്റിൽ ചെയ്തതാണ്. ഒരു കേസ് സെറ്റിൽമെൻറ്റ് പോലെയാണിത്. എന്ന് വെച്ചാൽ അതുവരെയുള്ള നമ്മുടെ കേസിനൊരു സെറ്റിൽമെൻ്റാണ്.
സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റിൽ ആ 2 സുഹൃത്തുക്കളുടെ ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ കോടതി സെറ്റിൽ ചെയ്യുമെന്ന് വിചാരിച്ചുള്ളൂ. 50 ലക്ഷം രൂപ കൊടുത്ത് ഒരാളിനെ സെറ്റിൽ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ വിഷയം അയാളെ ബാധിക്കില്ല. അതുപോലെ ഇവിടെ സെറ്റിൽമെൻ്റാണ് നടന്നത്. സെറ്റിൽമെൻറ്റ് മീൻസ് നമ്മുടെ മാനവരാശിയുടെ പാപത്തിൻ്റെ സെറ്റിൽമെൻ്റാണ് നടന്നത്. ആ സെറ്റിൽമെൻറ്റിൽ നമ്മൾ ഈ വചനത്തിൽ പറയുന്ന വിശ്വാസം മൂലം അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ ഈ സെറ്റിൽമെൻറ്റ് നമ്മൾ അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മളത് നേടണം. ആ സെറ്റിൽമെൻറ്റിൻ്റെ അവകാശികളായി നമ്മൾ തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സാൽവേഷൻ വരുന്നത്. ഇത് ദൈവത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കെതിരെയാണ്, ഇവിടെ ഇത് ആർക്കെതിരെയാണ് നമ്മൾ പാപം ചെയ്തത്? ദൈവത്തിനെതിരെയാണ് പാപം ചെയ്തത്. ദൈവത്തിനെതിരെ നമ്മൾ മനുഷ്യരാശി പാപം ചെയ്തിട്ടും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ മകനെ, അത് വീണ്ടും വേറൊരു വലിയ മർമ്മമാണ്. ദൈവത്തിനെതിരെയാണ് പാപം, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ നടന്ന പാപം. ആ പാപം നമ്മൾ ചെയ്തപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് പണ്ട് ക്ഷമയുടെ ഒരു കഥ ആരോ പറഞ്ഞ്, എനിക്ക് അത് ഓർക്കുന്നില്ല, അതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലൊരു കഥ ഞാൻ കേട്ടു. ഇവിടെ ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ സഞ്ചരിച്ച മനുഷ്യനെ ദൈവം തൻ്റെ പുത്രനെ നൽകി രക്ഷിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണത്. അപ്പൊ ദൈവം തൻ്റെ കോപത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു യേശു കർത്താവിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് റിഡംഷൻ? വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതിനകത്ത് വീണ്ടെടുപ്പിലോട്ട് വരുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറയുന്ന വചനം എനിക്ക് വെളിവായത് ഇത് പഠിച്ചപ്പോഴാണ്. പൂർണ്ണമായി ചുമന്ന് തീർത്തു, ഒന്നും ബാക്കി വെച്ചില്ല. എല്ലാം തൻ്റെ പുത്രൻ്റെ ചുമലിലിട്ട്, എല്ലാം പരിപൂർണമായി. ഇനി അങ്ങനെ ഒരു സംഗതി ഇല്ല, ഇനി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല. അതിൽ നിന്ന് പരിപൂർണമായി നമ്മൾ മോചിക്കപ്പെട്ടു. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉള്ളപ്പോഴാണ് വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ നമുക്ക് പ്രാഗൽഭ്യം വരുന്നു. നമുക്ക് ചോദിക്കാനുള്ള പ്രാഗൽഭ്യം നമുക്ക് വരും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രാഗൽഭ്യം വരുന്നു. ഇനി എന്താണ് റിഡംഷൻ? വീണ്ടും ഒരു ചെറിയ കഥയിലൂടെ റിഡംഷൻ ഞാൻ പറയാം. ഇത് ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതുമാണ്. ഒരു ചെറിയൊരു ബോട്ട് ഉണ്ടാക്കുന്നു, മനോഹരമായൊരു ബോട്ടുണ്ടാക്കി. ആ ബോട്ടിൽ ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ അടിച്ച് നല്ല മനോഹരമായൊരു ബോട്ടൊരു കുഞ്ഞുണ്ടാക്കി. എന്നിട്ട് അതിലൊരു ഈ പായ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഏറ്റവും മേളിൽ അവൻ്റെ ഒരു മാർക്കുണ്ടാക്കി. അതിനകത്ത് അവൻ്റെ പ്രോഡക്റ്റിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു മാർക്കുണ്ടാക്കി. മനുഷ്യരുടെ കാര്യത്തിലും ദൈവം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു മാർക്കുണ്ടാക്കി ഇങ്ങനെ വെച്ചു. ഇതിനെ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇങ്ങനെ കളിച്ചു. ഒരു ദിവസം വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ഒരു കാറ്റ് വന്ന് ഈ ബോട്ടിനെ വെള്ളം കൊണ്ടുപോയി. വളരെ വേദന തോന്നി. വളരെ കഷ്ടപ്പെട്ട് സന്തോഷമായിട്ട് കളിക്കുകയായിരുന്നു ആ ബോട്ട് വെച്ചിട്ട്. അത് വെള്ളം കൊണ്ടുപോയി. വലിയൊരു തിര വന്ന് ഈ വെള്ളം കൊണ്ടുപോയി. നല്ല വിഷമം മനസ്സിലുണ്ട്, വേദനയുണ്ട്. എന്നിട്ട് തിരിച്ച് കുറേ നാൾ കഴിഞ്ഞ് ഇയാളിങ്ങനെ ഈ കുഞ്ഞ് സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടോയ് ഷോപ്പിൽ, വളരെ കാഷ്വലായിട്ട് ടോയ് ഷോപ്പിൽ നോക്കി പോകുമ്പോൾ ഒരു നല്ല മനോഹരമായൊരു ബോട്ട് കാണുന്നു. സൂക്ഷിച്ച് നോക്കി. പച്ചയും മഞ്ഞയും നീലയൊക്കെ അടിച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല പൊക്കമുള്ളൊരു പായ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മേളിൽ അവൻ മാർക്ക് ചെയ്ത ആ പെയിൻറ് മാർക്ക് അവിടെ കണ്ടു. അപ്പം തിരിച്ചറിഞ്ഞു, അയ്യോ ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ബോട്ടാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞു.
ഓടി വീട്ടിൽ പോയി അവനെ കൊണ്ടാവുന്ന മുഴുവൻ പൈസയും കളക്ട് ചെയ്ത് ആ കടയിൽ തിരിച്ചു പോയി അതവൻ മേടിക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും റിഡംഷൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി സൃഷ്ടിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാർക്ക് ദൈവം തന്നു. ഈ മാർക്ക് ദൈവം തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്. ഓരോരുത്തരെയും കാണാം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമുക്കിടയിലുള്ള എല്ലാവരെയും കാണുന്നുണ്ടല്ലോ. ഒരു രണ്ടുപേരും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ കുറേ വ്യത്യാസം കാണും. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു മാർക്കാണ്. അപ്പോൾ ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ സൃഷ്ടി എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഹി മെയ്ഡ് ആൻഡ് ബ്രോട്ട് ബാക്ക്. അവൻ ഉണ്ടാക്കി, അവൻ തിരിച്ചു മേടിച്ചു, പേ ചെയ്ത് തിരിച്ചു മേടിച്ചു. ഇവിടെ കർത്താവ് തൻ്റെ രക്തം, മരണം വരെ ക്രൂശിൽ വേദന സഹിച്ച് തൻ്റെ രക്തം കൊടുത്താണ് ഇത് തിരിച്ചു മേടിച്ചത്. അപ്പം ഇതാണ് മെയ്ഡ് ആൻഡ് ബ്രോട്ട് ബാക്ക്. ഇതാണ് റിഡംഷൻ്റെ അർത്ഥം. അങ്ങനെ സമ്പാദിച്ചവരാണ് നമ്മൾ. 2 തവണ നമ്മളെ വാങ്ങി. 2 തവണ നമ്മളെ വാങ്ങിയതുപോലെയാണ്. 1 തവണ അല്ല, 2 തവണ, 2 times. ഇതാണ് നമ്മുടെ ഓരോരുത്തരിലും ദൈവത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരിലും ദൈവത്തിലുള്ള ആ ഒരു ഹിതം എന്ന് പറയുന്നത് ഇതാണ്. ഈ അനുഭവം നമ്മളിലുണ്ടെങ്കിൽ 2 തവണ വാങ്ങിയവരല്ലേ നമ്മൾ. നമ്മുടെ പാപങ്ങളെല്ലാം പരിപൂർണമായി ഒന്നും മാറ്റിവെക്കാതെ നമ്മൾ ചെയ്ത എല്ലാ അതിക്രമങ്ങളും, എല്ലാ കടന്നുകയറ്റങ്ങളും, എല്ലാ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോറ്റി നമ്മളെ പരിപൂർണമായി നമ്മളെ വിടുവിച്ചു, നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ നഷ്ടപ്പെട്ടു പോയിടത്ത് നമ്മളെ തിരിച്ച് തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഇതാണ് അനുഭവം. ഇതൊരു ഒരു 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 ഇത് വരുമ്പോൾ നമ്മൾ റൈച്ചസ് ആവുന്നു. ഒരു 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 സാൽവേഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാനിത് വായിച്ചതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ ദൈവത്തെ പൊസിഷൻ ചെയ്താൽ ഇടതുവശത്തെ പോയിന്റ് കർത്താവും വലതുവശം നമ്മൾ നിൽക്കുവാണെങ്കിൽ ഈ ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ പ്രായച്ചിത്തമാണ്, പ്രൊപ്പറ്റേഷനാണ്. പ്രായച്ചിത്തം കൊടുത്താണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? റിഡംഷനാണ്, വീണ്ടെടുപ്പാണ്. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി അപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള അവസാനത്തെ ആ ഒരു സൈഡ് നമ്മൾ നോക്കുന്ന എന്താണ്? റൈച്ചസ്നെസ്. നീതീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു. നമ്മൾ വിശുദ്ധരായി തീർന്നു, വിശുദ്ധീകരിക്കപ്പെട്ടു, നീതീകരിച്ചു. ഇതാണ് യഥാർത്ഥ ദൈവിക അനുഭവം. ഈ നിറവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഞാനൊരു ഒരു ഒരു എന്താ പറയുന്നൊരു എനിക്കറിയാവുന്ന നിലയിൽ ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വീണാൽ നമ്മുടെ എല്ലാ പ്രതികൂലങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും നീതീകരിക്കപ്പെട്ട നമ്മൾ ദൈവമായിട്ട് ഇണങ്ങിച്ചേർന്ന റീകൺസിലേഷൻ പ്രാപിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റും. ദൈവം നമ്മളെ ചേർത്തുകൊള്ളും. അപ്പം ഇത് വീണ്ടും എന്താ പറയുന്നത്, എന്നിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ട എന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിനെതിരെ നമ്മൾ നിന്നു, എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ യാഗമാക്കി തീർക്കുകയും ചെയ്തിട്ടാണ് നമുക്ക് ഈ റിഡംഷൻ നമുക്ക് അവകാശമായി തന്നത്. ഈ പ്രായശ്ചിത്തം നടത്തി നമ്മളെ തിരിച്ചെടുത്തിരിക്കുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് ഈ സംഗതി പിടികിട്ടണം, കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾക്ക് മറുപടി എന്ന് പറയുന്നത് പരിപൂർണ സമർപ്പണമാണ്. ദൈവം അറിയണം നിന്റെ യഥാർത്ഥ വേദന എന്താണെന്ന്, അല്ലെ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വേദന എന്താണെന്നുള്ള ആഴത്തിൽ നമുക്ക് അപ്പം ചോദിക്കും, എന്താ നമ്മുടെ പ്രശ്നം? എന്താണ് പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൊസഷൻസാണ്, നമ്മുടെ കഴിവ്, നമ്മുടെ സാമർഥ്യം, നമ്മുടെ പൈസ, നമ്മുടെ ആശ്രയം, നമ്മൾ എന്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം, ഈ ജെനുവിൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ജെനുവിൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് abandoning of all human reliance on self efforts and placing total dependence on God. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ
നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ വിട്ട് പൂർണ്ണമായി നമ്മൾ അതിനെ ഒഴിവാക്കി അതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നിലയിലുള്ള എല്ലാ എഫർട്ട്സും ഉപേക്ഷിച്ച് പരിപൂർണ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിലൂടെ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിഡംഷനും പ്രൊപ്പറ്റേഷനെയൊക്കെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റൂ. ആ വിശ്വാസത്തിലൂടെ വേണം നമ്മൾ വേർതിരിച്ച് കാണാൻ. ആ വിശ്വാസത്തിൽ പരിപൂർണമായ സമർപ്പണത്തിൽ ഈ നാളുകളിൽ നമ്മൾ താഴ്ത്തി കംപ്ലീറ്റ് സറണ്ടറൻസോടെ എൻ്റെ ജീവിതത്തിലൊക്കെ അനുഭവമാണ്. എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നെനിക്ക് എന്നോട് ദൈവം പറയും, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുമെന്ന് പറയും. അപ്പോഴേ ഞാൻ താഴുന്നുള്ളൂ, അപ്പോഴേ ഞാൻ തറയിലെത്തിയുള്ളൂ എന്നെനിക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. ആ അനുഭവം അതാണ് താഴ്ത്തുന്ന അനുഭവം. അങ്ങ് താഴ്ന്ന പരിപൂർണ സമർപ്പണത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യവുമാണ്. വലിയൊരു പ്രായശ്ചിത്തം നമുക്ക് വേണ്ടി ചെയ്തു. ദൈവം നമ്മളെ സ്നേഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ എന്തിനിത് ചെയ്തു. എനിക്ക് ദൈവം ഉത്തരം തന്നു. എന്തിനു ചെയ്തു എന്ന് പറഞ്ഞാൽ നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യനാശത്തിൽ നിന്ന് വേറൊരു മാർഗമില്ല. ട്രിനിറ്റിയുടെ ഒരു ഫോമുലയും കൂടെ വെളിപ്പെടുത്തുന്നത്. അതിന് ദൈവവും ക്രിസ്തുവും യേശുവും ദൈവവും ഒന്നാണ്. ആ വേദന ദൈവം അനുഭവിച്ചപ്പോൾ ആ വേദന ദൈവം അനുഭവിക്കുന്നു. എന്നിട്ടാണ് നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ സൃഷ്ടിച്ച് എന്നിട്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നവരെ നമ്മളെ തിരികെ രക്തം മറുപടിയായി കുറിച്ച് നമ്മൾ വാങ്ങി കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പം നമ്മൾ റീകൺസിൽ ചെയ്യപ്പെട്ടു. നമുക്ക് പ്രാഗൽഭ്യമുണ്ട് നമുക്ക്. ആ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഈ നാളുകളിൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ വചനങ്ങൾ പരിഹാരമാവട്ടെ. ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഇത് നമ്മൾ ഓരോരുത്തരും ഇത് ചിന്തിച്ച് ഇങ്ങനെ നമ്മൾ ആ വൊക്കാബുലറി നമ്മൾ പഠിക്കട്ടെ. ആ വൊക്കാബുലറി ശരിക്കും പറഞ്ഞാൽ ഈ ചില സമയങ്ങളിൽ എൻ്റെ മദർ ബൈബിള് വായിച്ച് തുടങ്ങി എന്ന് ഈ അടുത്ത ദിവസം അമ്മ എന്നോട് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനൊരു വേറൊരു വൊക്കാബുലറി ഉണ്ട്, അത് പഠിച്ചെങ്കിലേ മനസ്സിലാവൂ. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മളിപ്പം സംസാരിച്ച വിഷയങ്ങൾ വെച്ച് നമ്മൾ ബൈബിൾ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുക. എല്ലാം കണ്ണാടി പോലെ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കും, കണ്ണാടി പോലെ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. അത് നമുക്ക് വളരെ വിടുതലും ആശ്വാസവുമാവും. ഓരോ ഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ മഹാദയാൽ നമ്മൾ വീണ്ടെടുത്ത് സൂക്ഷിച്ചിരിക്കും ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ആത്മാവേ പാപത്തിൽ കാഴ്ച നീ കാണുക, ആത്മാവേ പാപത്തിൽ കാഴ്ച നീ കാണുക, ദൈവത്തിൻ പുത്രനീ ശാപത്തിൽ ആയല്ലോ, ദൈവത്തിൻ പുത്രനീ ശാപത്തിൽ
ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി താകുന്നു പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി താകുന്നു. ഹല്ലേലൂയ. മനുഷ്യരാശിയുടെ ജീവിതത്തിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ് ആയിരുന്നു നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ത്രൂ ദാറ്റ് ഹി വാസ് ഡൂയിങ് എ പെർപിറ്റിയേഷൻ. ഹല്ലേലൂയ. നമുക്കെതിരെ, നമ്മുടെ പാപങ്ങൾക്കെതിരെ, നമ്മുടെ പാപ പ്രവർത്തികൾക്കെതിരെ കോപിഷ്ഠനായിരുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, പാപമില്ലാത്തൊരു വ്യക്തി മരിക്കുക. ഹല്ലേലൂയ. And that there was nobody else than his own son. തൻ്റെ സ്വന്തം പുത്രനെ, ആ അബ്രഹാം ഇസഹാക്കിൻ്റെ പുറത്ത് വിറക് വെച്ച് ആ 3 ദിവസം യാത്ര ചെയ്തപ്പോൾ how much painful it would have been. ഹല്ലേലൂയ. തൻ്റെ മകൻ്റെ ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. ചോദ്യങ്ങളില്ലേലും തൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത പൈതല, കർത്താവെ, അനേക വർഷങ്ങൾ 25 വർഷം കാത്തിരുന്ന് ലഭിച്ച ഈ പൈതലിനെയാണോ ഞാൻ കേട്ടത്? ശരി തന്നെയാണോ കർത്താവ്? ഈ പൈതലിനെ തന്നെയാണോ യാഗം ചെയ്യുവാൻ കർത്താവ് പറഞ്ഞത് എന്നൊക്കെയുള്ള വേദനകളുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നത് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഹിം ദാൻ എനിത്തിങ് എൽസ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം കീറി, ഹല്ലേലൂയ, ഒത്തിരി രക്തം പൊടിഞ്ഞിട്ടുണ്ടാവാം ഹൃദയത്തിനകത്ത്. പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ എൻ്റെ മകനെ യാഗത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ആ പിതാവിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ആ അവസ്ഥ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. അതിനേക്കാൾ ശ്രേഷ്ഠനായി നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമ്മുടെ പാപങ്ങളുടെ ഭാരങ്ങൾ മുഴുവൻ തൻ്റെ സ്വന്തം പുത്രനായ കർത്താവിൻ്റെ മേൽ വെച്ച്, ഹല്ലേലൂയ, സ്തോത്രം, പാപമറിയാത്തവനെ, പാപം ചെയ്തിട്ടില്ലാത്തവനെ, ഹല്ലേലൂയ, who knew no sin, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സിൻ ആക്കപ്പെട്ടു. ഹല്ലേലൂയ. he became sin, he was made sin for us. ഹല്ലേലൂയ. പാപമറിയാത്ത കർത്താവിനെ, നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളും was laid upon Jesus Christ. Hallelujah. And he walked to the cross alone and he was crucified and he shed his blood, hallelujah, for us. Then that is what ആ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് propitiation ഉണ്ടാകുന്നത്. നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള ശിക്ഷ, ആ മോചിതരാകുന്നത്, that propitiation happens when we have faith in the blood of Jesus. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ആ പ്രൊപ്പിറ്റിയേഷൻ പ്രാപിക്കാനിടയാകുന്നത്. ആ റിഡംഷൻ്റെ കാര്യം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ നമ്മളെ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ പാപികളായിരുന്ന നമ്മളെ തൻ്റെ സ്വന്തം പുത്രനെ വിലയ്ക്ക് കൊടുത്ത്, ഹല്ലേലൂയ, വീണ്ടും കർത്താവ് സ്വന്തമാക്കി. ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, ആ അഷ്വറൻസിലാണ് നമ്മുടെ ജീവിതം മുകളിലോട്ട് പണിയുന്നത്. ദാറ്റ് വി ഹാവ് ബീൻ റിഡീംഡ്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാ. ഹല്ലേലൂയ. നമ്മൾ പിശാചിൻ്റെ അടിമകളല്ല. ഫറവോന് ഞാനിനി അടിമയല്ല, ഹല്ലേലൂയ, പരമസിയോനിൽ ഞാൻ അന്യനല്ല എന്നുള്ള ഉറപ്പ് പ്രാപിക്കുന്നത് കർത്താവിൻ്റെ രക്തത്തിൽ കൂടെ, കാൽവരി ക്രൂശിലെ മരണത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ. ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് ദി അഷ്വറൻസ്. ആ അഷ്വറൻസിൻ്റെ പുറത്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുന്നത്. അതിൻ്റെ മേലാണ് നമ്മുടെ വിശ്വാസ ജീവിതം പടുത്തുയർത്തുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ God was taking us back to the basics of Christian faith. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില വിഷയങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. ആ അടിസ്ഥാന തത്വങ്ങളിലേക്ക് നമ്മൾ ഉറയ്ക്കാം. Hallelujah. That we know that we are redeemed by the blood. Know that all the sin have been, ആ propitiation നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. I don't have to pay anything more. I don't have to do anything more. ഞാൻ ഇനിയും പൈസ കൊടുക്കേണ്ട, ഞാൻ ഇനിയും അധ്വാനിക്കേണ്ട, എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല ഞാൻ ഇനി നീതീകരിക്കപ്പെടുന്നത്, പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്താലാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. പിശാചു നമ്മളെ പലപ്പോഴും അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, സംശയിപ്പിക്കുവാൻ ഒക്കെ ശ്രമിച്ചെന്നിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, പോയിന്റ്
them back to the cross. ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഫിക്സ് ആകട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളിടത്തോട്ടൊന്നും നമ്മുടെ കണ്ണുകൾ ചഞ്ചലിച്ചു പോകരുത്. ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിശ്വസ്ത ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മളെ ഓർപ്പിപ്പാനിടയായിരുന്നു. ലെറ്റ്സ് ഫിക്സ് our eyes on Jesus. ഹല്ലേലൂയ. നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഫിനി ബ്രദർ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി സെഷനിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കുവാൻ, ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അതൊന്ന് പതിയുവാൻ തക്കവണ്ണം നീ ഞങ്ങളോട് അരുളി ചെയ്ത എല്ലാ ദൂതുകൾക്കുമായി സ്തോത്രം. നിൻ്റെ അഭിഷക്തനെ നീ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും ശക്തിയോടെ ദൈവം നിർത്തണമേ. ദൈവിക ബലത്തോടെ അനേകായിരങ്ങളുടെ മുമ്പിൽ ദൈവം ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുക. അപ്പാ, കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ നിൻ്റെ മക്കൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് കേൾപ്പിച്ച എല്ലാ ദൂതുകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, നിൻ്റെ വചനത്തിന് പ്രകാരം ഈ ദിവസങ്ങളിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഒരിക്കൽ കൂടെ ഒന്ന് അടുത്തു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി കൊടുക്കപ്പെട്ട, ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ, ആ ദൈവ തേജസ് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. ആ വിശ്വാസം ഞങ്ങളിലൊന്ന് വർദ്ധിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സഭയാം കുടുംബങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്ന് രാത്രി കർത്താവ് ഈ പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലോ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവെ ദൈവം അനുവദിക്കുന്നെങ്കിൽ കർത്താവെ പ്രയറിന് കടന്നു വരുവാൻ തക്കോണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം ഒരുക്കണമേ. കർത്താവ് സഹായിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്തന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഏൽപ്പിക്കുക. ദൈവ ദിവസങ്ങൾ സഹായിക്കണമേ. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ ഒരു ഇരട്ടി പങ്ക് ഈ ദിവസങ്ങളിൽ പ്രാപിപ്പാൻ തക്കവണ്ണം, ഇരട്ടി പങ്ക് ഈ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ്റെ ഒരു ഇരട്ടി പങ്ക് ഞങ്ങളുടെ മേലൊന്ന് കത്തിയിറങ്ങുവാൻ തക്കവണ്ണം കർത്താവേ, അഗ്നി ഞങ്ങളുടെ മേലൊന്ന് കത്തിയിറങ്ങുവാൻ തക്കവണ്ണം ദൈവം ഒന്ന് ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യാഗപീഠത്തിനുള്ളിലെ കനലെടുത്തുകൊണ്ടുവന്ന് ദൂതൻ തൻ്റെ നാവിൽ തൊടുവിച്ചതുപോലെ ചില അനുഭവങ്ങൾ ചിലർ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷക്തന്മാരാക്കി ചിലരെ ദൈവം ഈ ദിവസങ്ങൾ വേർതിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവീയ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കടത്തിവിടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, രോഗങ്ങളുടെ മേലുള്ള വിടുതലുകളുടെ, വീര്യപ്രവർത്തികളുടെ ചില നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ കടത്തിവിടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് അനുഭവിച്ചറിയുവാൻ, ഞങ്ങൾ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനം നിന്നിൽ സന്തോഷിപ്പാൻ, ഒരു ശുഭയാത്ര നിന്നിൽ യാചിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുക. ദൈവം അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങ് എടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, പ്രാർത്ഥനയുടെ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം.